എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി. ഇത് കുറച്ചധികം പ്രാധാന്യം കൂടുന്ന ഒരു ഏകാദശിയാണ് അല്ലേ, ഗുരുവായൂർ ഏകാദശി. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂരിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ദിവസമാണ്. കുളിച്ചു തൊഴുത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നോയമ്പ് വിഭവങ്ങൾ മാത്രം കഴിച്ച് ഏകാദശി വിളക്ക് കണ്ട് ദ്വാദശി പണം വച്ച് തൊഴുത് ഭാരണ വീട്ടി തിരിച്ചു പോകുന്നു. അത്രയൊന്നും സാധിച്ചില്ലെങ്കിലും നമുക്ക് സ്വഭവനങ്ങളിൽ ഭഗവാന്റെ സ്മരണ മനസ്സിൽ നിറച്ച് നാമം ജപിച്ച് നാരായണീയം ജപിച്ച് അരിയാഹാരം ഒഴിവാക്കി വ്രതമെടുക്കാം. ഇന്ന് നാരായണീയ ദിനം കൂടിയാണല്ലോ അല്ലേ. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയത്തിലെ 100ാമത്തെ ദശകം കൂടി പൂർത്തിയാക്കി ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിച്ച ദിവസം. നാരായണീയം പഠിക്കാൻ തുടങ്ങുന്നവർക്ക് ഇതിൽ നല്ലൊരു ദിവസം വേറെ ഉണ്ടോ? നാരായണീയത്തിന് വളരെ പ്രചാരമുള്ള ഒരു കാലഘട്ടമാണിത്. എല്ലായിടത്തും നാരായണീയ സമിതികളുണ്ട്. ക്ഷേത്രങ്ങളിൽ ഉത്സവമാകട്ടെ സപ്താഹമാകട്ടെ എന്താണെങ്കിലും എല്ലാ ദിവസവും സ്ത്രീകളുടെ കൂട്ടായ്മ 10-12 പേരടങ്ങുന്ന സംഘം എല്ലാവരും കൂടി നാരായണീയ പാരായണം ഉണ്ടായിരിക്കും. ജപിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മുടെ നാടിന് തന്നെ അതിൻ്റെ ഒരു അഭിവൃദ്ധി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ പലർക്കും ഇത് പഠിക്കാൻ പറ്റാത്തതിന് വിഷമമുണ്ട്. സംസ്കൃതമല്ലേ, പദങ്ങൾ പരിചയമില്ലാത്തതാണ്, അർത്ഥം അറിയണില്ല. അങ്ങനെയുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന വിധം നാരായണീയം വായിച്ച് അതിൻ്റെ ഒരു ഏകദേശ അർത്ഥം, ഞാൻ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല, വലിയ പാണ്ഡിത്യവുമില്ല, എന്നിരുന്നാലും അർത്ഥമുള്ള പുസ്തകം നോക്കി ചെറിയ തോതിലൊന്ന് പഠിച്ച് അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞതുപോലെ സംസ്കൃതം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങൾ കണ്ടേക്കാം. എല്ലാവരും ക്ഷമിക്കണം. ഈ പുണ്യദിനത്തിൽ ഭഗവത് പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. 1ാം ദശകത്തിലെ 1ാമത്തെ ശ്ലോകം ആദ്യം ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ അർത്ഥം പറയാം. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു 3 ശ്ലോകം വീതാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ 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 നാരായണ. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവുമാണ് ഈ 1ാമത്തെ ദശകത്തിൽ വർണ്ണിക്കുന്നത്. സാന്ദ്രാനന്ദ അവബോധം, അതായത് ഇടതടവില്ലാണ്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ആനന്ദം, ജ്ഞാനം, അവബോധം, ജ്ഞാനം, അങ്ങനെയെല്ലാമുള്ള സ്വരൂപത്തോട് കൂടിയതും അനുപമിതം, മറ്റൊന്നിനോടും ഉപമിക്കാൻ പറ്റാത്തതും. അതായത് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ, അതിന് സദൃശിയായിട്ട് വേറെ യാതൊന്നുമില്ലാത്തതും. കാലദേശാവധിഭ്യാം, കാലത്തിനോ ദേശത്തിനോ ഒന്നും ബന്ധമില്ലാത്തതും അതിൻ്റെ ഒന്നും പരിമിതിയിൽ ഒതുങ്ങാത്തതും ആയത്. നിത്യമുക്തം, സുഖമെന്നോ ദുഃഖമെന്നോ ഉള്ളതിൽ നിന്നൊക്കെ മുക്തമായത്, മായാബന്ധത്തിൽ നിന്നും മുക്തമായത്. നിഗമ സഹസ്രേണ, അനേകം വേദവാക്യങ്ങൾ കൊണ്ട് തികച്ചും വ്യക്തമാക്കിയിട്ടുള്ളതും എന്നാൽ പോലും അത്ര സ്പഷ്ടമല്ലാത്തതും അല്ലെങ്കിൽ വ്യക്തമാകാത്തതും ഒക്കെയാണ്. പക്ഷേ നമ്മൾ ഭക്തിയോടുകൂടി ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്ന് ഭക്തിയോടുകൂടി ഒന്ന് തൊഴുതാൽ ആ സമയത്ത് തന്നെ
നമ്മുടെ ഉള്ളിൽ എത്രണ്ടും ഭക്തി നിറഞ്ഞിരിക്കുന്നുണ്ടോ അപ്പം തന്നെ നമുക്ക് ശ്രേഷ്ഠമായ മോക്ഷത്തെ തരുന്നതുമായ അതിന് കാരണമായ ആ ബ്രഹ്മം, ആ പരബ്രഹ്മം അതാ ഗുരുവായൂര് ആ ശ്രീകോവിലിൽ ജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു.